ആർട്ട് വർക്ക് കുറേ മേഖലയിലുണ്ട്. ഇതിൽ കൂടുതലും അങ്ങനെ ഒരു ഏരിയ പോകുന്നുണ്ട് അല്ലെ, ഒത്തിരി സ്ഥലങ്ങൾ കാണിക്കുന്നുണ്ട്. ഓരോ വർക്കിലേക്ക് പോകും തോറും നമ്മളിപ്പം ഇത് 4 മാസം എടുത്തു, അങ്ങനെ മാസങ്ങൾ എടുത്താണല്ലോ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് എങ്ങനെ മാസങ്ങളെടുത്തുള്ള വേറെ ഇതിനകത്തുള്ളത് ഗുജറാത്തിലെ സെറ്റാണ്. അതൊരു 80 days 90 days എടുത്തിട്ടുള്ളതാണ് ആ സെറ്റ്. അതൊരു പാലസാണ്, അംബികാ വിലാസ് എന്ന് പറഞ്ഞൊരു പാലസാണ്. അതാണ് മെയിൻ ചെയ്തെടുത്തത്. അതാണ് പാലസ്. അത് വൈഡാങ്കിലൊക്കെ കാണുമ്പോണ്ടല്ലോ. അതാ പറഞ്ഞത്. അത് അവിടെ ഞങ്ങൾ ആദ്യം ചെല്ലുമ്പോൾ ഫുൾ ഗാർഡൻ ആയിരുന്നു. ആ ഏരിയ ഫുൾ ഗാർഡനാണ്. ഗാർഡനാണ്, ചെറിയ ചെറിയ ചെടികൾ മാത്രമല്ല, വലിയ മരങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങൾക്കൊരു സംശയം ഉണ്ടായിരുന്നു, എനിക്ക് പൃഥ്വിരാജിനൊരു സംശയം ഉണ്ടായിരുന്നു, ഇവിടെ എങ്ങനെ ഇത് സാധനം ചെയ്യും, ഇത്രയും മരങ്ങളും കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യും. അപ്പോഴാണ് മണി നേരത്തെ അവിടെ സംസാരിച്ചിരുന്നു, ഈ മരങ്ങൾ മുഴുവൻ പിഴുതെടുത്ത് അപ്പുറത്ത് കൊണ്ടുവയ്ക്കുന്നു, അവിടെ വേറെ പ്ലാന്റ് ചെയ്യുന്നു, ഇവിടെ ഈ നമുക്കിപ്പോൾ വേണ്ട അവസ്ഥയിലാക്കി തരുന്നു, എന്നിട്ട് തിരിച്ചത് റീപ്ലാന്റ് ചെയ്ത് കൊടുക്കുന്നു എന്നുള്ളതാണ് മണി ആലോചിച്ചൊരു സംഗതി. അത് ദാറ്റ് വർക്ക്സ് വെൽ. അല്ല, നമ്മൾ ആ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ശരിക്കും ഒരുപാട് സ്റ്റേറ്റിൽ യാത്ര ചെയ്തിട്ടുണ്ട്. അതായത് ഹരിയാന, പഞ്ചാബ്, UP, മഹാരാഷ്ട്ര, രാജസ്ഥാൻ, അങ്ങനെ ഒരുപാട് സ്റ്റേറ്റിലൂടെ യാത്ര ചെയ്തിട്ടാണ് ഈ ഒരു ലൊക്കേഷൻ കിട്ടുന്നത്. വെച്ചാൽ അതൊരു ഭയങ്കര എന്താ പറയുക, സെറ്റിട്ടാൽ മതി എന്നുള്ള രീതിയിൽ നമ്മുടെ ആൻഡി ചേട്ടനും രാജേട്ടനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഇത് അന്വേഷണം പറയാനായിട്ട് കുറച്ച് മാസങ്ങളായി. ഇതിൻ്റെ സ്ഥലം കിട്ടുന്നില്ല. അതിൽ നമുക്കിപ്പോൾ ഒരു ഹവേലി വേണം, അതിൻ്റെ ഫ്രണ്ടിൽ ഒരു 4-5 ഏക്കർ സ്ഥലം വേണം, അത് കഴിഞ്ഞിട്ട് ഒരു ഗേറ്റ് വേണം, ഗേറ്റ് കഴിഞ്ഞിട്ട് പിന്നെയും വേണം 2-3 ഏക്കർ സ്ഥലം. അവിടെ വണ്ടികളൊക്കെ വന്ന് നിൽക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലം എങ്ങനെ കിട്ടാണ്? അപ്പോൾ നമ്മളൊരു ഗ്രൗണ്ട് നോക്കിയിട്ട് നമുക്ക് സെറ്റ് ഇടാന്നുള്ളത്. പക്ഷേ ഞാനും ഭാവിയും കൂടി ഭയങ്കരമായിട്ട് അന്വേഷിച്ച് ഗൂഗിളിൽ നോക്കി ഇങ്ങനെ യാത്ര ചെയ്തിട്ട് ആ സ്ഥലം കിട്ടിയത്. പിന്നെ നമ്മൾ ഫുൾ ഒരു സെറ്റിലേക്ക് പോകാന്ന് പറയുന്നൊരു അതിനകത്ത് അവരെ ശരിക്കും പറഞ്ഞാൽ അപ്രീഷിയേറ്റ് ചെയ്യണം. പാലസിലെ രഞ്ജിത്ത് ഓണറെയൊക്കെ ഇങ്ങനൊരു സ്ഥലം നമുക്ക് വിശ്വസിച്ച് തരണമല്ലോ. ഓക്കെ, ഇത് അവർ ചെയ്തു കഴിഞ്ഞാൽ തിരിച്ചവർ വെച്ച് തരും എന്ന് പറഞ്ഞ് വിശ്വസിച്ച് തരണമല്ലോ. അവരുടെ ആ വിശ്വാസം ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ അത് നടക്കുകയല്ല. മേ ബി അതിനകത്ത് ഫിനാൻഷ്യൽ മാറ്റേഴ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ അതെല്ലാം വിട്ടിട്ട് അവർക്ക് അവരിതുവരെ വളർത്തിയിരുന്ന ഒരു കാര്യങ്ങളാണല്ലോ നമ്മൾ നശിപ്പിക്കുന്ന സെൻസ് അവിടെ ഇല്ലാണ്ടാകും ആ സമയത്ത്. ഗ്രാൻഡ് ഫാദർ ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടൊരു ഗാർഡനും പരിപാടിയാണ്. പാലസ് ഗ്രാൻഡ് ഫാദർ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഉള്ള ഫാദർ ഇപ്പോൾ ഉണ്ട് അവിടെ. അവരെല്ലാം കൺവിൻസ് ചെയ്ത് അതിൽ പല സ്ഥലത്തും പറ്റില്ല. നമ്മൾ ആ പ്രസന്റ് സ്റ്റേജിൽ വരുമ്പോൾ അത് ഫുൾ അബാൻഡായിട്ടാണ് കാണിക്കുന്നത്. അത് ഫുൾ അങ്ങനെ ഡള്ള് ചെയ്യലും പൊളിക്കലും ഗ്ലാസ് അടിച്ചു വെക്കലും കുറെ ഗ്ലാസ് തല്ലി പൊട്ടിക്കലും ഒക്കെ സെറ്റ് ചെയ്തെടുത്താണ്. എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തവർക്ക്. അപ്പം അവരുടെ ഒരു സമ്മതം കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര. പിന്നീട് ആ തുടക്കത്തിലുള്ള നമുക്ക് ഇവരുടെ കുടുംബം മൊത്തത്തിൽ കാണുന്ന കൊട്ടാരത്തിന്റെ അകത്ത് പിന്നീട് കത്തി ചാമ്പലാകുന്ന സീനുകളൊക്കെ ഉണ്ടോ? അത് മൊത്തത്തിൽ എങ്ങനെയാണോ? അത് എങ്ങനത്തെ ഒരു വർക്കായിരുന്നു? ഒരു ആർട്ട് ഡയറക്ടറിന്റെ ഒരു വിഷൻ എങ്ങനെയായിരുന്നു ആ വർക്ക്? അത് നമ്മുടെ സ്ക്രിപ്റ്റിൽ പറഞ്ഞിരുന്നത് ഒരു എൽ ഷേപ്പ് ഹവേലി എന്നാണ് പറഞ്ഞിരുന്നത്. അത് നമ്മള് ഒരു പാലസ് കിട്ടി കഴിഞ്ഞാൽ ബാക്കിയുള്ള നമുക്ക് സെറ്റ് ചെയ്യണമെന്നുള്ള പരിപാടിയിലായിരുന്നു. നമ്മൾ പാലസ് കിട്ടി ഓക്കെ. അപ്പം പിന്നെ നമ്മള് അത് വെച്ചിട്ട് നമ്മൾ ഡ്രോയിങ് ചെയ്തിട്ട് പിന്നെ ഒരു മിനിയേച്ചർ സെറ്റ് ചെയ്തു. ഡയറക്ടറെയും പ്രൊഡ്യൂസറെയും സുധീറിനെ കാണിച്ച് എല്ലാവരും കൂടെയും ഒരു തരുമ്പോൾ അത് ഓക്കെയാണ്, മിനിയേച്ചർ ഓക്കെയാണ്, ഇതാണ് വേണ്ടത് നമുക്ക് പരിപാടിയായി. നമ്മൾ സെറ്റിലേക്ക് കയറി. സെറ്റ് ഒരു 90 days എടുത്ത് സെറ്റ് വർക്ക് തുടങ്ങി. സെറ്റ് തീർന്നു, ഷൂട്ടിംഗ് തുടങ്ങി. നമ്മൾ വേറെ മാനേജേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതല്ലേ കരകോഷ്ഠ നമ്മുടെ ഇറാഖ് ഗോസ്റ്റോൺ ആ സാധനത്തിന്റെ മാനേജർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതങ്ങനെ അതല്ലേ. അതുപോലെ പിന്നെ മാർക്കറ്റിന്റെ കുറെ വീഴ്ചകൾ നമ്മൾ പണ്ട് കൊത്ത സിനിമ കണ്ടപ്പോൾ നമ്മളൊരു മാർക്കറ്റ് കാണുന്നുള്ളൂ. ആ ഒരു ഫീല് ഇതിന്റെ മാർക്കറ്റിലും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് എവിടെയാണ്? അതും ഏരിയ എവിടെയാണ്? നമ്മുടെ ഫ്ലാഷ് ബാക്കില്ല ടൈലൻഡിൽ. അത് നമ്മൾ ഗുജറാത്തിലാണ് ചെയ്തിട്ടുള്ളത്. ഗുജറാത്തിൽ അത് ചെയ്യാനുള്ളൊരു നിർബന്ധം വെച്ചാൽ നമ്മൾ ഈ ഒരു പ്രസന്റ് ഫ്ലാഷ് ബാക്കിൽ നിന്ന് പ്രസന്റിലേക്ക് വരുമ്പോൾ അതൊരു അബാൻഡൻ ആക്കി സെറ്റ് ചെയ്യാനുള്ള ടൈമിനും കൂടി വേണ്ടിയിട്ട്. അപ്പോൾ ഗുജറാത്തിൽ ഓൾറെഡി നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യണം. അവിടെ ആ ഒറ്റ ലൊക്കേഷനേ ഉള്ളൂ നമുക്കിനി. അപ്പോൾ അവിടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത്രയും ക്രൂ ബ്രേക്ക് ചെയ്യാൻ ആകുമ്പോൾ അതുകൊണ്ട് ഈ ഒരു പരിപാടി കൂടി അവിടെ പ്ലാൻ ചെയ്യാന്ന് വെച്ചാൽ ആ ഒരു ടൈലന്റ് പരിപാടി അവർക്ക് അത് സെറ്റ് ചെയ്ത് കൊടുത്തു. ഞങ്ങൾ ആദ്യം അതിന് ലൊക്കേഷൻ നോക്കി ആലോചിച്ച് തന്നെ ഹൈദരാബാദ് നല്ല സ്റ്റുഡിയോ വലിയ പവറിലായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് ഹൈദരാബാദിൽ പോയി തിരിച്ച് അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് വരുന്നതിൻ്റെ എക്സ്പെൻസ് എന്ന് പറയുന്നത് ഭീകരമാണ്. അപ്പോൾ ഞങ്ങൾ ആ പരിസരത്ത് തന്നെ ഒരു എന്തെങ്കിലും ഫ്ലോർ കിട്ടുമെന്ന് നോക്കി. അവിടെ ഇൻഡസ്ട്രിയൽ ഏരിയ ആണല്ലോ ഗുജറാത്ത്. വെയർ ഹൗസ് കിട്ടി നമുക്ക്. അങ്ങനെ വലിയ വെയർ ഹൗസ് കിട്ടി. അപ്പോൾ അതിനകത്ത് അത് ഇവിടെ തന്നെ ആക്കുവായത് ഗുജറാത്തിൽ തന്നെയാണ്. ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് കുറെ ഫ്രെയിമുകൾ എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. ഒരു ക്യാമറമാൻ എന്ന നിലയിൽ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എപ്പോഴും മനസ്സിൽ ഓടിയെത്തുന്ന ഫ്രെയിം ഏതായിരിക്കും? നമ്മൾ വെച്ചിരുന്ന ആ ഫ്രെയിം ഒരുപാടുണ്ട്, എനിക്കറിയാം. എങ്കിലും ഒരു ഫ്രെയിം ഉണ്ട്.
ശരി, നിങ്ങൾ ചോദിച്ചതിൻ്റെ പേരിൽ പറയാമെന്നൂടെ അവിടെ ഫോറസ്റ്റിനെ കാട് കത്തുന്നതിൻ്റെ ഒരു സിമെട്രിക്, അതിന് മുന്നിൽ ലാൽ സാറിൻ്റെ ഒരു ഷോട്ടുണ്ട്, എല്ലാവരും കൂടി നിൽക്കുന്ന ഒരു ഷോട്ടുണ്ട്. അത്യാവശ്യം മറ്റേ ടീസറിലും ട്രെയിലറിലും ഒക്കെ വന്ന ഷോട്ടാണ്. നമ്മുടെ ടൈലൻഡില് മറ്റേ ആ ക്യാരക്ടർ നിൽക്കുമ്പോ മറ്റേ വാട്ടർ ബോഡിയിലെ റിഫ്ലക്ഷൻ, പിന്നെ എനിക്ക് അങ്ങനെ പറയാൻ പറ്റാത്ത എന്താ അറിയാമോ, അതിനെല്ലാ എല്ലാ ഫ്രെയിമും ഇഷ്ടമാണ്, അത് തന്നെയാണ് എല്ലാ. പക്ഷെ നമുക്കും ഇങ്ങനെ കുറെ ഫ്രെയിമുകൾ മനസ്സിലാവും നമ്മൾ ഒരാൾ കാണുമ്പോൾ. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഏത് ഫ്രെയിം ഇഷ്ടപ്പെട്ടു? ഇത് തന്നെയാ ഫോറസ്റ്റ്, ഒരു മാറ്റമില്ല. ആണോ? ആ ഒരു പരിപാടി ഇഷ്ടമാണ്. ഹവേലി ഫസ്റ്റ് കാണിക്കുന്ന പോർഷൻ ഇഷ്ടമാണ്. ആ മറ്റേ ഇതിന്റെ പാടത്തിന്റെ അവിടെ കൂടി അവര് ഭയങ്കര ഫ്രെയിമാണ്. അയ്യോ അത് ഞാൻ ഓർത്ത് ഭയങ്കര ഫ്രെയിമാണ്, ഇഷ്ടമാണ്. അത് മറ്റേ ഫ്ലാഷ് ബാക്കില് ആ ഒരു സൺലൈറ്റിന്റെ ബാക്ക് ലൈറ്റിൽ അങ്ങനെ വരുന്ന അതും നല്ലതാണ്. വളരെ അത് ലൈറ്റ് ചെയ്തെടുത്ത നമുക്ക് സൺലൈറ്റ് കിട്ടുന്ന രീതിയിലാണ് റോഡ് പണിയത്. പക്ഷെ നമുക്ക് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ക്ലൗഡ് ആയിരുന്നു, കാരണം ലൈറ്റ് ഉണ്ടായിരുന്നു. ലൈറ്റ് ചെയ്തെടുത്തിട്ട് അതിനെ നമ്മൾ കുറച്ച് ട്വിക്ക് ചെയ്ത് മാറ്റിയ സ്കൈയും ഇതൊക്കെ മാറ്റി സൺലൈറ്റ് പോലെ സെറ്റ് ചെയ്തതാണ്. ഒരു ദിവസത്തെ ഷൂട്ടിങ്, ഇപ്പം നമ്മൾ എമ്പുരാൻ സിനിമ ഒരു ദിവസത്തെ ഷൂട്ടിങ് രാവിലെ തുടങ്ങി ചിലപ്പോൾ രാത്രിയൊക്കെ ഉണ്ടാവും. ഒരു ഷൂട്ടിങ്ങിൽ ഏറ്റവും ദൈർഘ്യം കൂടിയ ഷൂട്ടിങ് ഏത് ദിവസമായിരുന്നു ഇതെടുക്കുമ്പോൾ? നമുക്ക് കൃത്യം പ്ലാൻ ഉണ്ടായിരുന്നു. പിന്നെ ഡേ തുടങ്ങിയിട്ട് നമ്മള് അന്ന് നൈറ്റ് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. ഒരു ഡേയിൽ തുടങ്ങിയിട്ട് നൈറ്റ് അന്നത്തെ ദിവസം അന്നായിരിക്കും നൈറ്റ് തുടങ്ങുന്നത്. നൈറ്റ് പോയിട്ട് നമ്മളൊരു അല്ല ഇവിടെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. നമ്മള് ഗുജറാത്തിൽ ഒരു 12 മണി കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഡേ ഷൂട്ടില്ല, നൈറ്റിൽ. അത് മാത്രം ചിലപ്പം രാവിലെ ഒരു 6 o'clock എല്ലാവരും അസംബ്ലി ആയി കഴിഞ്ഞാൽ അന്നൊരു 12-1 മണി വരെയൊക്കെ പോയിട്ടുണ്ട്, 2 മണി വരെയൊക്കെ പോയിട്ട് അന്ന് കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം ഡേയിലെ ഷൂട്ടില്ലാതെ പിന്നെ നൈറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ചില ദിവസങ്ങളും അങ്ങനെ ഡെയിലും കൂടി കയറിയിട്ട് നൈറ്റിലേക്ക് പോയിട്ട് അന്ന് അവസാനിപ്പിക്കുന്നത്. നിങ്ങൾ പുറത്തു പോയി പല രാജ്യങ്ങളിൽ പോയിട്ട് തിരിച്ച് എത്തിയിട്ട് കുറെ ഷൂട്ട് വരുമ്പോൾ ആ കേരളത്തിലേക്ക് എത്തിക്കുമ്പോൾ മനസ്സിനുണ്ടാകുന്ന ഒരു സംതൃപ്തിയും ഒരു വാത്സല്യമൊക്കെ ഉണ്ട് സ്വന്തം നാട്ടിൽ നിന്ന്. അതെങ്ങനെയാണ് നിങ്ങൾ എൻജോയ് ചെയ്തത്? അതൊക്കെ ഉണ്ട്, ഇല്ലാതില്ല കേട്ടോ. കാര്യം ഈ പറഞ്ഞ പോലെ കേരളത്തിലെ ഫുഡ് നമ്മളെപ്പോഴും കൊതിപ്പിക്കുന്നത്, നമ്മളെവിടെ പോയാലും അതെ എപ്പോഴും മിസ് ചെയ്യുന്നതാണ്. ബാക്കി എവിടെ പോയാലും നമ്മൾ മെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. നമുക്ക് നമ്മുടെ ഫുഡ് തന്നെ കിട്ടുന്നത്. എന്നാലും അവിടെ ഉപയോഗിക്കുന്ന എണ്ണ വേറെ, അവിടെ ഉപയോഗിക്കുന്ന വെള്ളം വേറെ, അവിടെ ഉപയോഗിക്കുന്ന അവിടെ മേടിക്കുന്ന ചില സാധനങ്ങൾ വേറെ, അവിടുത്തെ അതെല്ലാം ടേസ്റ്റിന്റെ കാര്യത്തിൽ വ്യത്യാസം. എന്നിട്ട് നമ്മൾ ഇവിടെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മുടെ സ്വന്തം തറവാട്ടിലേക്ക് ഫീൽ ആയിട്ട് ഔട്ട് ഓഫ് ഇന്ത്യ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനൊരു 3-4 ദിവസമൊക്കെ നമ്മൾ അങ്ങനെ പിടിച്ചാലും ഓക്കെ ഇരിക്കും. നമുക്ക് അത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു നെസ്റ്റിക് അടിച്ചു. ബാക്കി എല്ലാ ദിവസവും മറ്റ് ഫുഡുകൾ കഴിച്ചാലും കേരളത്തിലേക്ക് വരുമ്പോൾ ഒരു പ്രത്യേക സുഖം തന്നെ. നമ്മുടെ സ്വന്തം നാട് നമുക്ക് എപ്പോഴും കിട്ടും. അവിടെ എത്തുമ്പോൾ നേരത്തെ ചോദിച്ചതിന് നമ്മള് മഞ്ജു വാര്യർ കാടിനകത്തേക്ക് കയറുന്നതിന് മുന്നേ ഉള്ള ആ സീക്വൻസ് ചെയ്യുന്നുണ്ട്, ആ പ്രസംഗം. ആ പ്രസംഗം ഇതുപോലൊരു നല്ല ഹെവി നൈറ്റ് 3 ദിവസം പോയതാണ്. ടോട്ടൽ നൈറ്റ് പോയതാണ്. അവിടെ ഉള്ള മറ്റേ നേതാക്കന്മാരോട് സംസാരിക്കുമ്പോൾ സംസാരം നടക്കുന്നു. അതും നെടുമ്പള്ളി അല്ല, വന്ന് സംസാരിക്കുന്നത് ലാലേട്ടൻ പറഞ്ഞതിന് ശേഷം വന്ന് സംസാരിക്കണല്ലോ നേതാക്കന്മാർ. ട്രാൻസ്ഫോമർ ഒക്കെ അതിന് മുമ്പുള്ള ഓപ്പൺ ആയിട്ടുള്ളത് ഇത് തീ വരികയും ഒരു ഫയർ കത്തുകയൊക്കെ ചെയ്യുന്ന സാധനം. അത് കുറച്ച് നല്ല നൈറ്റും ഫുൾ നൈറ്റും പോയത് കാര്യമാണ്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് now 9633 888 575.